മുത്തപ്പന്റെ ദിവ്യജന്മം ശിവനും പാർവതിയും അനുഗ്രഹിച്ച ഒരു അത്ഭുതം. കണ്ണൂരിലെ തിരുവിഞ്ചിറയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ കഥയെക്കുറിച്ച് അറിഞ്ഞാലോ? ശിവഭക്തിയായ പാടിക്കുറ്റി അമ്മയ്ക്കും അയ്യങ്കാര വാഴുന്നവർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഒരു ദിവസം മഹാദേവൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ പാടിക്കുറ്റി അമ്മയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ഫലപ്രദമാകും. അടുത്ത ദിവസം കൊട്ടിയൂരിലെ തിരുവിഞ്ചിറയിൽ കുളിക്കുമ്പോൾ അമ്മയ്ക്കൊരു ദിവ്യ ശിശുവിനെ ലഭിച്ചു. ആ ശിശുവാണ് ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പൻ. മുത്തപ്പൻ്റെ ബാല്യം വിചിത്രമായിരുന്നു. ഇല്ലത്തിൻ്റെ ശാസനം മാനിക്കാതെ മത്സ്യവും മാംസവും കഴിച്ചും വേട്ടയാടിയും മുത്തപ്പൻ വിചിത്ര ജീവിതം നയിച്ചു. സാധാരണക്കാരായ ആളുകളെ അദ്ദേഹം ഹൃദയപൂർവ്വം ചേർത്തു. ഇത് അമ്മയെയും ഇല്ലത്തുള്ളവരെയും ദുഃഖത്തിലാക്കി. ഒടുവിൽ അമ്മ മുത്തപ്പനോട് വീട് വിട്ടു പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മുത്തപ്പൻ കാലഭൈരവന്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു. ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട് ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കണ്ണ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നും മുത്തപ്പൻ നമ്മെ അനുഗ്രഹിക്കുന്നു. ഇതാണ് മുത്തപ്പൻ്റെ ദൈവീക കഥ. നിങ്ങൾ മുത്തപ്പൻ്റെ വിശ്വാസിയാണോ? കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.